തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിന്റെ 4th ഫേസിൽ ആണ് ഈ കാട്ടുപോത്തിനെ കണ്ടെത്തിയത്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈ പരിസര പ്രദേശങ്ങളിലേക്ക് കാട്ടുപോത്ത് വന്നു. അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവരികയും ചെയ്തു. ഇപ്പോൾ നമ്മൾ നേരത്തെ പുറത്തു വന്ന ദൃശ്യമുണ്ട്. ഈ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്, കുട്ടികളിവിടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമാണ്. ഈ ഭാഗത്തുകൂടി കാട്ടുപോത്ത് കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ പുറത്തു വന്നത്. ഇവിടെ തന്നെ താമസിക്കുന്ന ചില കുട്ടികൾ അവരുടെ മൊബൈലിൽ പകർത്തുകയായിരുന്നു. നമുക്ക് ആ വീടിന്റെ ദൃശ്യത്തിലേക്ക് കൂടി പോകാം. ഈ വീട്ടിൽ താമസിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. സമീപത്തെ ഒരു കേന്ദ്രത്തിൽ പഠിക്കുന്ന കുട്ടികളാണ്. അവരാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. അവർ നൽകുന്ന വിവരമനുസരിച്ച് ആ ഭാഗത്ത് അത് വളരെയധികം ഒരു വൃക്ഷങ്ങളൊക്കെ ഉള്ള കാട് കയറി നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഭാഗത്തു നിന്നാണ് ആദ്യം കാട്ടുപോത്തിനെ കാണുന്നത്. അതിനുശേഷം ഈ പിച്ച് ക്രോസ് ചെയ്ത് കാട്ടുപോത്ത് കയറിപ്പോകുന്നു. സമീപത്തേക്ക് തന്നെയാണ് കയറിപ്പോയത്. നമുക്കിപ്പം ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പറുണ്ട്. അർച്ചന, എപ്പോഴാണ് ഈ വിവരം അറിയുന്നത്? എന്താണ് നാട്ടുകാർ പറഞ്ഞത്? നമസ്കാരം. ഞാൻ അണ്ടൂർകുളം പഞ്ചായത്തിലെ 2ാം വാർഡ് വെള്ളൂർ വാർഡിലെ വാർഡ് മെമ്പറാണ്. എന്റെ വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്താണ് ഇന്നലെ ഈ സംഭവം നടക്കുന്നത്. ഇന്നലെ 9 മണിയോടുകൂടി നമ്മുടെ വാർഡിലൊരു കുടുംബാംഗം എന്റെ വാട്സപ്പിൽ ഈ കാട്ടുപോത്തിനെ കണ്ടു എന്നുള്ള ദൃശ്യത്തിന്റെ വീഡിയോ സെൻഡ് ചെയ്തു തന്നു. അപ്പൊ ഞാൻ അവരെ നേരിട്ട് വിളിച്ച് അന്വേഷിച്ചപ്പോൾ ആ വീട്ടുകാർ പറഞ്ഞത് ഇതിന് തൊട്ട് സമീപത്തുള്ള വീട്ടിലെ കുട്ടികൾ, ടെക്നോ സിറ്റിയുടെ അധീനതയിലുള്ള യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കുന്ന കുട്ടികൾ ഈ കാട്ടുപോത്തിനെ കാണുകയും അവരെ വീഡിയോ പകർത്തി എല്ലാവർക്കും സെൻഡ് ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മുടെ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ അണ്ടൂർകുളം പഞ്ചായത്തിൽ ഉൾപ്പെടുന്നതാണ്. തൊട്ട് റോഡിൽ ക്രോസ് ചെയ്ത് അപ്പുറത്തിറങ്ങുമ്പോൾ മംഗലപുരം പഞ്ചായത്താണ്. ഈ 2 പ്രദേശം ഉൾപ്പെടുന്ന സ്ഥലം ടെക്നോ പാർക്ക് 600ഓളം ഏക്കർ അവർ ഏറ്റെടുത്ത് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കാമ്പൗണ്ട് പോലും തിരിക്കാതെ തുറസായി ഇങ്ങനെ കിടക്കുകയാണ്. ഈ സമീപത്ത് ഈ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാനുള്ള അവസ്ഥ തന്നെ വളരെ മോശമാണ്. കാരണം ഈ കാമ്പൗണ്ട് തിരിക്കാത്തത് കാരണം ഇങ്ങനെയുള്ള വന്യജീവികൾ ഇവിടെ പ്രത്യക്ഷപ്പെടുകയും അത് ജനങ്ങളുടെ ജീവിത സ്വൈര്യം കെടുത്തുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട്ടുപന്നിയുടെ ശല്യം കാരണം നമ്മുടെ ഈ വാർഡിലും തൊട്ടടുത്ത വാർഡിലുമുള്ള ജനങ്ങൾ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ നമുക്ക് ഈ കാട്ടുപോത്തിനെ കൂടെ കാണാൻ കഴിഞ്ഞത്. അത് വളരെയധികം വിഷമകരവുമാണ്. അതുപോലെ ജനങ്ങൾക്ക് വളരെയധികം ഭയമാണ്. കാരണം കുട്ടികൾ പഠിച്ചിട്ട് വരുന്നതും വീട് ഗൃഹനാഥൻ ഇപ്പൊ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും സന്ധ്യ കഴിയും. അപ്പൊ അവർക്കൊക്കെ ഈ കാട്ടുപോത്തിനെ കണ്ട ശേഷം വളരെ വിഷമമാണ്. കാരണം ഇനിയിപ്പം എന്താണ് ഇതിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അറിയില്ല. എന്തായാലും നമ്മുടെ ഫോറസ്റ്റിൽ അറിയിച്ചിരുന്നു. അവര് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റ് വകുപ്പിൽ നിന്നും അതിനുള്ള സംവിധാനങ്ങളും വെറ്റിനറി ഡോക്ടർ എത്തിയിട്ടുണ്ട്. അപ്പൊ നിരീക്ഷണത്തിൽ കാട്ടുപോത്ത് ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ വസിക്കുന്നു എന്നാണ് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കുറെ വിജനമായ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു, കാട് കയറി കിടക്കുന്ന ഒരുപാട് സ്ഥലം. അതാണ് ഇപ്പം നമ്മുടെ ഈ 600ഓളം ഏക്കർ ടെക്നോ പാർക്ക് ഏറ്റെടുത്തിട്ട് അവര് ഇപ്പൊ 2-3 ബിൽഡിംഗ് വന്നിട്ടുണ്ട്. കമ്പനി, അതുപോലെ ടാറ്റ, സൺടക്ക്, ഇങ്ങനെ 2-3 കമ്പനികൾ വന്നത് പുറമെ എത്രയോ ഏക്കറുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പൊ ഒഴിഞ്ഞു കിടക്കുമ്പോൾ അത് സമീപവാസികൾക്ക് എന്തെങ്കിലും ഒരു സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിട്ട് വേണം ഇങ്ങനെ കിടക്കാം. ഇപ്പൊ തന്നെ ഇത് ചുറ്റും കാണാവുന്നതാണ്. അപ്പോഴ് ഈ സ്ഥലങ്ങളിലെല്ലാം അത് കണക്കിന് വന്യജീവികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഴ ജന്തുക്കൾ ധാരാളമുണ്ട്. ഇവർ ഈ പ്രോപ്പർട്ടി ഒന്നും വൃത്തിയാക്കിയിട്ട് പോലും ഇല്ല. ഇവർ ഈ വസ്തു ഏറ്റെടുത്ത് 10 വർഷത്തിന് പുറത്തായി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ നിലവിൽ വാർഡ് മെമ്പർക്കാണ് ഇത് വളരെ ബുദ്ധിമുട്ട്. നമുക്ക് ഒന്നുകൂടെ ഈ ദൃശ്യത്തിലേക്ക് പോകാം. ഈ പിച്ചിലൂടെയാണ്, ഈ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ്. ഈ പിച്ചിനെ ക്രോസ് ചെയ്താണ് കാട്ടുപോത്ത് കടന്നു പോകുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഏതാണ്ട് ഒരാഴ്ചയായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന കാര്യമാണ് നാട്ടുകാർ നേരത്തെ വ്യക്തമാക്കിയതും. അരുൺ പാലോടിനൊപ്പം വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം.